വൂപ്പ് എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് ട്രാക്കർ ബാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. പല സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ, അത്ലീറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ, ജിം എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫിറ്റ്നസിന്റെ ട്രാക്കിംഗ് ആയിട്ടുള്ള ഒരു ബാൻഡാണ് സംഭവം. അതായത് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിടിലൻ ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ബോഡി ഡാറ്റ ഇത് കംപ്ലീറ്റ് ആയിട്ട് തരും. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ 3 വെർഷൻസ് എന്തോ വരുന്നുണ്ട്. ഈ ഒരു വൂപ്പ് ബാൻഡിന് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. ആ സബ്സ്ക്രിപ്ഷന് അത്യാവശ്യം നല്ല എമൗണ്ട് വരും. പക്ഷെ നിങ്ങൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ ബാൻഡ് കൊണ്ട് ഒരു ഉപയോഗമില്ല. വെറുതെ ഒരു കയ്യിലൊരു ചുമ്മാ കെട്ടി നടക്കുന്ന ബാൻഡ് കൊണ്ട് ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഐറ്റം ആയി പോകും. എങ്കിൽ പോലും ഈ ഒരു വൂപ്പിന്റെ ഡാറ്റ ആക്യുറസി കാരണം പല ആൾക്കാരും ഈ ഒരു ഐറ്റം മേടിക്കുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോഴാണ് നമ്മുടെ ഗൂഗിൾ ഒരു സാധനം ഇറക്കുന്നത്. നമ്മുടെ വൂപ്പിന് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ട് ഇറക്കിയേക്കണ ഒരു മുതലാണ് ദ ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ എന്ന് പറയുന്ന സംഭവം. ഒരു ഐറ്റം വൂപ്പായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് വൂപ്പിനേക്കാൾ ഒരുപാട് പ്രൈസ് കുറവാണത്. എനിക്ക് തോന്നണത് ഏകദേശം ഒരു 15 രൂപയോളം ഈ ഒരു ഗൂഗിളിന്റെ ഫിറ്റ്ബിറ്റ് എയർ എന്ന് പറയുന്ന ഈ ബാൻഡിന് വരുന്നുള്ളൂ. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗൂഗിളിന്റെ മുതലിന് സബ്സ്ക്രിപ്ഷൻ വേണ്ട. സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ പോലും ഗൂഗിളിന്റെ ഹെൽത്ത് ആപ്പ് വഴി നമുക്ക് ആവശ്യമുള്ള ഡാറ്റകളെല്ലാം അത് റെക്കോർഡ് ചെയ്ത് നല്ല ആക്യുറേറ്റ് ആയിട്ട് തന്നെ അവർ തരും. ഈ 2 ബാൻഡും ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യും. അത് അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യും. പിന്നെ വേറെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ വരാൻ നേരത്ത് നമുക്ക് AI അസിസ്റ്റന്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കാം. ഈ വൂപ്പിന്റെ പോലെ സബ്സ്ക്രിപ്ഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ ശൂന്യമായി പോകുന്ന പരിപാടിയൊന്നും ഈ ഗൂഗിളിന്റെ ഇതിന് വരില്ല. പിന്നെ ഗൂഗിളിന്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഈ വൂപ്പിനെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ്. പിന്നെ ബാറ്ററി ലൈഫിന്റെ കാര്യം പറയാൻ നേരത്ത് വൂപ്പ് ആയാലും ഗൂഗിളിന്റെ ഫിറ്റ്ബിറ്റ് എയർ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് 1 വീക്ക് ഫുൾ ആയിട്ട് കിട്ടും. ഗൂഗിളിന്റെ ഫിറ്റ്ബിറ്റ് എയർ എനിക്ക് തോന്നണം അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള. സ്റ്റിൽ നിങ്ങൾക്ക് വെബ്സൈറ്റുകളിലൂടെയൊക്കെ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു പ്രൊഫഷണൽ അത്ലീറ്റ് ആണ്, ജിം എന്തൂസിയാസ്റ്റ് ആണ്, മാരത്തോൺ റണ്ണർ ആണ്, അങ്ങനെയുള്ളത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്കവറി ഡാറ്റനെ പറ്റിയുള്ള എല്ലാ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ വേണം. പിന്നെ സബ്സ്ക്രിപ്ഷന് പൈസ മുടക്കാനായിട്ട് പ്രശ്നമില്ല. ഈ ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഈ വൂപ്പ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രാക്കർ ബാൻഡാണ് വേണ്ടതെങ്കിൽ, അതായത് ഒരു 15 രൂപ, പിന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നില്ല. എടുക്കുകയാണെങ്കിൽ തന്നെ അധികം പൈസ സബ്സ്ക്രിപ്ഷന് മുടക്കാൻ വയ്യ. എന്നാൽ AI ഫീച്ചേഴ്സും കാര്യങ്ങളും ട്രാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതെടുക്കാനാണ് താല്പര്യം? വൂപ്പാണോ അതോ ഈ ഗൂഗിളിന്റെ ഫിറ്റ്ബിറ്റ് എയർ ആണോ? ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.